ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വണ്ടരീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ കാലമായി കണ്ടിട്ട് ഒരുപാട് തിരക്കുകളിലായിരുന്നു, വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല. നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അമൃതം ട്രാവൽസിൻ്റെ പുതിയ സെറ്റൽ സ്റ്റോറി പ്രകാശിൽ നിന്നും ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത റീബിൽഡഡ് സെറ്റോണാണ് നമ്മളിങ്ങനെ ബുക്ക് ചെയ്യാൻ പോകുന്നത്. ഒറ്റനോട്ടത്തിൽ ആർക്കും കണ്ടാൽ ഇത് കൺവേർട്ടഡ് ആണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. പക്ഷേ ഞാൻ സൂക്ഷിച്ച് നോക്കിയാലും പ്രകാശിൻ്റെ ആ ഒരു ഒറിജിനൽ സെറ്റോണിൻ്റെ ആ ഒരു ഫിനിഷിങ് നമുക്ക് ഈ കൺവേർട്ടഡ് മോഡലിലും കാണാൻ സാധിക്കും. ഫ്രണ്ട് പേജ് ആയാലും സൈഡ് പേജ് ആയാലും ഒക്കെ വളരെ ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് പ്രകാശ് ചെയ്യുന്നത്. അമൃതം ട്രാവൽസിൻ്റെ ഈ റീബിൽഡഡ് സെറ്റോൺ കണ്ടപ്പോൾ ഞാനൊരു കാര്യം ഉറപ്പിച്ചു, ഇനി നമ്മളൊരു സെറ്റോൺ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തറവാടിൽ നിന്ന്, അതായത് പ്രകാശിൽ നിന്ന് തന്നെ ചെയ്യണം. അതിൻ്റെ ആ ഒരു ലുക്കും അത് വേറെ. അപ്പോൾ ഒരു ഫ്രണ്ട് ഫേഷ്യയും അങ്ങനെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നുമല്ല. പ്രൈവറ്റ് ക്യാബിനും ഫുള്ളി റീവർക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ ഡാഷാണ്, നമ്മുടെ സീറ്റിംഗ് സിസ്റ്റം ഒക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ക്ലോത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പുതിയത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഡാഷ് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഫേവറേറ്റ് വെഗ സെഡോൺ സീരീസിലൊക്കെ 2017, 18, 19 സീരീസൊക്കെ വന്ന ഡാഷാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിന്റെ ഇന്റീരിയർ വിശേഷത്തിലേക്ക് കൂടി പോവാം. എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ നമുക്കറിയട്ടെ. അപ്പോൾ നമ്മൾ ഇന്റീരിയർ പോർഷനിലേക്ക് വരുന്ന സമയം കാര്യമായിട്ട് പഴയ വണ്ടിയെ അപേക്ഷിച്ചിട്ട് കാര്യമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. പക്ഷെ ഒരു പുതിയ വണ്ടി, ഒരു ഫ്രഷ് വണ്ടിയിൽ കയറിയ ഒരു ഫീല് നമുക്ക് ഈ വണ്ടിയുടെ ഉള്ളിൽ കയറി കിട്ടും. അത് അതിൽ എക്സ്പെഷ്യലി നമ്മൾ എടുത്തു വരേണ്ടത് നമ്മുടെ ഈ ക്ലോത്ത് തന്നെയാണ്. വളരെ ഫിനിഷിങ്ങോട് കൂടിയും ഒരു കളർ ഫെയ്ഡ് പോലും ഇല്ലാത്ത രീതിയിലുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ക്ലോത്ത് ഇവർ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ലൈറ്റ്സ് വർക്കൊക്കെ നമ്മളെ പ്രകാശിൽ നിന്ന് വരുമ്പോഴുള്ള OE ഫിറ്റ്മെന്റ് തന്നെയാണ്. അതിൽ അഡീഷണൽ ആയിട്ട് നമ്മളൊരു ഗ്രീൻ നിയോ ലൈറ്റ് നമ്മളെ ഒരു ഗാംഗ്വേയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവറും നമ്മുടെ കർട്ടന്റെയും ആ ഒരു കളറിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഓൾ ഓവർ ഈ പാസഞ്ചർ കമ്പാർട്ട്മെന്റിൽ നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ടുള്ള ഒരു ലൈറ്റ് വർക്ക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കൊരു നല്ലൊരു ആംബിയന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ക്യാബിന് സാധിക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈല് കാണുന്ന സമയം ഇത് പറയാതിരിക്കാൻ പറ്റില്ല. പ്രകാശ് ഏറ്റവും കൂടുതൽ വഴി കേട്ടിട്ടുള്ളത് അവരുടെ പെയിന്റ് ഫിനിഷിങ്ങിൽ തന്നെയാണ്. പക്ഷെ അതും ഇപ്പോൾ പ്രകാശ് അത് ഓവർകം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പെയിന്റ് വർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രക്ക് ഫിനിഷിങ്ങും അത്രക്ക് ഗ്ലേസോട് കൂടിയാണ് ഈ പെയിന്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സൈഡിലൂടെ പോകുന്ന ഓരോ വാഹനങ്ങൾ നമ്മൾ കണ്ണാടിയിൽ കാണുന്നത് പോലെ ഒരു മടക്കോ ഒരു ചുരുവോ ഇല്ലാതെ റീപെയിന്റ് ചെയ്ത ഈ വണ്ടിയിൽ കാണാമെങ്കിൽ പുതിയ വണ്ടികളുടെ ഫിനിഷിങ് നമുക്ക് ഊഹിക്കാറുണ്ട്. ഇത് 2016 ലാസ്റ്റ് ഇറങ്ങിയ ബസ്സാണ്. അപ്പോൾ ആ ഒരു ടൈം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മുടെ സൈഡ് വൈസ് ആയിട്ട് ഇങ്ങനെ ബുക്കിലൂടെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ലഗേജ് ബോക്സാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അമൃതം ട്രാവൽസിന്റെ പൊതുവെയുള്ള 2013 തൊട്ടിട്ട് അവർ അപ്ലിഫ്റ്റ് ലഗേജ് ബോക്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺവെൻഷണൽ മോഡലിനെ അപേക്ഷിച്ചിട്ട് അപ്ലിഫ്റ്റ് ലഗേജ് ബോക്സിന്റെ ഏറ്റവും വലിയൊരു സേഫ്റ്റി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് എപ്പോഴും മുകളിലോട്ട് മാത്രമേ തോന്നും. അപ്പോൾ കൺവെൻഷണൽ ആണെങ്കിൽ ഇവിടെ നിന്ന് സപ്പോസ് ഷോക്ക് അബ്സോർബർ എന്ന ഇഷ്യൂ കൊണ്ട് തുറന്നു പോയാൽ തന്നെ ഈ ഒരു ലെവലിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ സാധനം നിൽക്കുക. അപ്പോൾ സൈഡ്വേസ് ഒരു ബൈക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചിട്ട് നല്ലൊരു അപകടം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ടും നമുക്ക് അപ്ലിഫ്റ്റ് ലഗേജ് ബോക്സ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള പുത്തൻ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.